ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗ്രീൻ ആപ്പിൾ കൊണ്ടൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു വെറൈറ്റി ചെയ്യുകയാണ്, നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ ഒന്ന് ക്ലീനാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ആപ്പിളാണ്. ഇത് കഴിക്കാൻ മടിക്കുന്നവർക്കൊക്കെ ചോറിൻ്റെ കൂടെയും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ആപ്പിളെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കി എടുക്കാം. നമ്മുടെ ഗ്രീൻ ആപ്പിളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ചേരുവകളാണ് മുളക് പൊടി, ഉപ്പ്, ഉലുവപ്പൊടി, കായം. ഇത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് രണ്ട് രീതിയിലും എടുക്കാവുന്നതാണ്. നമ്മൾ കടുക് വറുത്തിട്ട് അതിലോട്ട് മുളക് പൊടിയെല്ലാം ഒന്ന് ഇട്ടൊന്ന് എടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രം ആപ്പിൾ ഇട്ട് കൊടുക്കും. മുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേരുവകൾ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് പൊടി പോലെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ജലാംശമൊക്കെ ഇറങ്ങി നല്ല ചെറിയൊരു ഗ്രേവി വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കടുക് താളിച്ചിടുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നൊരു അച്ചാറാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും അവരൊക്കെ ചോറിന് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി അച്ചാറാണിത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ എടുക്കുമ്പോൾ അതിന് എരിവ് കുറയ്ക്കുന്നത് നല്ലതാണ്. ഒരുപാട് എരിവായ കുട്ടികൾക്ക് പ്രയാസമായിരിക്കും കഴിക്കാൻ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രേവി എല്ലാം ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.